Exercise 12.2 first question. Find the area of the shaded region in the figure in which PQ is 24 centimeter, ഈ length 24 centimeter ആണ്, PR which is 7 centimeter and O is the center of the circle. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന ഫിഗറില് ഇതാണ് ഇവിടെയുള്ള ഷെയ്ഡഡ് റീജിയൻ. ഈ ഷെയ്ഡഡ് റീജിയനിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിനുവേണ്ടി ആർ ക്യൂ എന്നത് ഡയമീറ്റർ ആണ്, ആർ പി 7 സെന്റിമീറ്റർ, പി ക്യൂ 24 സെന്റിമീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ തന്നു. ഇവിടെ ഈ ആർ ക്യൂ എന്നത് സർക്കിളിന്റെ സെന്ററിലൂടെ ക്രോസ് ചെയ്ത് പാസ് ചെയ്ത് പോകുന്നത് കൊണ്ട് നമുക്ക് പറയാം ആർ ക്യൂ ഈസ് എ ഡയമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഈ ഡയമീറ്റർ സർക്കിളിനെ 2 ഈക്വൽ പാർട്സ് ആക്കി മാറ്റുന്നു. ആ ഒരു ഈക്വൽ പാർട്ടിലെ അല്ലെങ്കിൽ ഒരു സെമി സർക്കിളിലെ പാർട്ടാണ് ഈ ഷെയ്ഡഡ് റീജിയൻ. അങ്ങനെയാണെങ്കിൽ ഈ സെമി സർക്കിളിലെ ഷെയ്ഡഡ് റീജിയനിൽ നിന്നും ഈ ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു പോർഷൻ അതായത് സെമി സർക്കിളിൽ ട്രയാങ്കിൾ ഒഴികെയുള്ള ഏരിയ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോ തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്തെഴുതാം. O is the center of the circle. Therefore, RQ is the diameter. ഡയമീറ്റർ ആണ് ആർ ക്യൂ. ആ ക്യൂവിൽ നിന്ന് പിയിലേക്ക് ഒരു ലൈൻ വരച്ചിരിക്കുന്നു, ആറിൽ നിന്ന് പിയിലേക്ക് ഒരു ലൈൻ വരച്ചിരിക്കുന്നു. ദാറ്റ് മീൻസ് ഡയമീറ്ററിന്റെ 2 എൻഡിൽ നിന്നുമാണ് ഈ ഒരു ട്രയാങ്കിളിനെ ഫോം ചെയ്യുന്നതിന് വേണ്ടി ക്യൂവിലേക്ക് 2 ലൈൻ സെഗ്മെന്റ്സ് വരച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ പി എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ബിക്കോസ് ആംഗിൾ ഓൺ എ സെമി സർക്കിൾ, ഡയമീറ്ററിന്റെ എൻഡിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതി വെക്കാം. Therefore, angle RPQ is 90 degree. Reason എഴുതി വെക്കാം. Angle on a semicircle. Semicircle ആംഗിൾ 90 ഡിഗ്രി ആണ്. That means triangle PQR is a right triangle. ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. നമുക്ക് വേണ്ടത് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പെർപെൻഡിക്കുലർ സൈഡ്സ് ഈ ഒരു ലെങ്ത് 7 ആൻഡ് ദിസ് വൺ ഈസ് 24. അപ്പോ നമുക്ക് അവിടെ ഏരിയ കണ്ടുപിടിക്കാം. ഈ ക്വസ്റ്റ്യനില് സർക്കിളിന്റെ ഡയമീറ്റർ തന്നിട്ടില്ല അല്ലെങ്കിൽ റേഡിയസ് തന്നിട്ടില്ല. ബട്ട് ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ബേസും ആൾട്ടിറ്റ്യൂഡും ഉപയോഗിച്ച് ഹൈപ്പോട്ടന്യൂസിന്റെ അല്ലെങ്കിൽ ഡയമീറ്ററിന്റെ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോ ആർ ക്യൂ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് PR square plus PQ square which is equal to root of 7 square plus 24 square is equal to 49 plus 576. Root of is equal to root 625 which is equal to 25 centimeter. That means the diameter is 25 centimeter. അങ്ങനെയാണെങ്കിൽ റേഡിയസ് നമുക്ക് എഴുതാം. Therefore radius is equal to 25/2 centimeter എന്ന് എഴുതി വെക്കാം. ഇനി നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയയിലേക്ക് പോകാം. ഏരിയ ട്രയാങ്കിൾ പി ക്യു ആർ ഇസ് ഈക്വൽ ടു ഹാഫ് BH ആണ് ഇക്വേഷൻ, ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബേസ് 7 ഇൻറ്റു ഹൈറ്റ് വിച്ച് ഈസ് 24. 2ഉം 24ഉം ഡിവൈഡ് ചെയ്താൽ 12 കിട്ടും. 12 ഇൻറ്റു 7 വിച്ച് ഈസ് 84 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്ക് വേണ്ടത് ഈ ഒരു സെമി സർക്കിളിന്റെ ഏരിയയാണ്. സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ച് അതിൽ നിന്ന് ട്രയാങ്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ ഷെയ്ഡഡ് റീജിയണിന്റെ ഏരിയ ആവും. അങ്ങനെയാണെങ്കിൽ എഴുതാം ഏരിയ ഓഫ് സർക്കിൾ ഈസ് ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ഈസ് ഈക്വൽ ടു പൈയുടെ വാല്യൂ 22/7 ഇൻറ്റു റേഡിയസ് വിച്ച് ഈസ് 25/2 ദ ഹോൾ സ്ക്വയർ. സിംപ്ലിഫൈ ചെയ്താൽ 22/7 into 25 into 25 divided by 2 into 2. 22ഉം 2ഉം കൂടി ഡിവൈഡ് ചെയ്താൽ ഇവിടെ 11 ലെഫ്റ്റ് ഓവർ നമ്പർ 11 into 625 divided by 14. ഇത്രയും സെന്റിമീറ്റർ സ്ക്വയർ ആണ് സർക്കിളിന്റെ ഏരിയ. അങ്ങനെയാണെങ്കിൽ സെമി സർക്കിളിന്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം. സെമി സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ ഫുൾ ഏരിയയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അടുത്ത സ്റ്റെപ്പിൽ സെമി സർക്കിളിന്റെ ഏരിയ എഴുതാം. Therefore, area of semicircle which is equal to സർക്കിളിന്റെ ഏരിയ 11 into 625 divided by 14. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയോ
1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്താൽ മതി. ബിക്കോസ് ഇവിടെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എഴുതിയാലും അടുത്ത സ്റ്റെപ്പില് 11 into 625 divided by 14 into 1/2 എന്ന് എഴുതും. That means 11 into 625 divided by 14 into 2 which is 28 centimeter square. അപ്പോ സെമി സർക്കിളിന്റെ ഏരിയ 11 into 625 by 28 ആണ്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാം. Therefore area of the shaded region is equal to area of semicircle minus area of triangle PQR, which is equal to semicircle ന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു 11 into 625 divided by 28 minus area of triangle PQR 84. ഇത് ന്യൂമറേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് 28 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 245.54 എന്ന് കിട്ടും. minus 84 which is equal to 161.54 centimeter square എന്ന ഫൈനൽ ആൻസറിൽ എത്താം. That means area of the shaded region is 161.54 centimeter square. Question number 2. Find the area of the shaded region in figure. ഇതാണ് ഇവിടെയുള്ള shaded region. If radii of the two concentric circles with the center O are 7 cm and 14 cm respectively and angle AOC is 40 degree. ഇവിടെ O സെന്റർ ആയ രണ്ട് സർക്കിൾസ് ഉണ്ട്. അതുകൊണ്ട് ഈ സർക്കിൾസിനെ നമ്മൾ കോൺസെൻട്രിക് സർക്കിൾസ് എന്നാണ് പറയുന്നത്. സർക്കിൾസ് വിത്ത് സെയിം സെന്റർ ആർ കാൾഡ് കോൺസെൻട്രിക് സർക്കിൾസ്. O is the center of both the circles and AOC central angle sector angle is 40 degree and radius of the small circle is 7 cm and radius of large circle is 14 cm. അപ്പോ ഇത് 7 cm ആണ്. ഈ ഒരു ഫുൾ ലെങ്ത് 14 cm ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു പോർഷന്റെ ഏരിയ ആണ്. അപ്പൊ ആ ഒരു പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ഈ വലിയ സെക്ടറിൽ നിന്നും സ്മാൾ സെക്ടറിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതി. അപ്പൊ അതിനെ രണ്ടിനെയും കൂടി ഒറ്റ ഇക്വേഷനിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. തന്നിരിക്കുന്ന കാര്യങ്ങളെ എടുത്തെഴുതാം. റേഡിയസ് ഓഫ് ഔട്ടർ സർക്കിൾ ഈസ് 14 സെന്റിമീറ്റർ. റേഡിയസ് ഓഫ് ഇന്നർ സർക്കിൾ അല്ലെങ്കിൽ സ്മാൾ സർക്കിൾ ഈസ് ഈക്വൽ ടു 7 സെന്റിമീറ്റർ. സെക്ടർ ആംഗിൾ വിച്ച് ഈസ് തീറ്റ ഈസ് 40 ഡിഗ്രി. നമുക്കിവിടെ ഏരിയ കണ്ടുപിടിക്കേണ്ടത് ഷെയ്ഡഡ് റീജിയണിന്റെ ആണ്. അങ്ങനെയാണെങ്കിൽ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ AOC മൈനസ് ഏരിയ ഓഫ് സെക്ടർ BOD ഈസ് ഈക്വൽ ടു ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ θ/360 ആണ്. ഇൻറ്റു പൈ. വലിയ സർക്കിളിന്റെ റേഡിയസിനെ നമുക്ക് ക്യാപിറ്റൽ R ആയും ചെറിയ റേഡിയസിനെ സ്മാൾ r ആയും എഴുതിയാൽ ഇവിടെയുള്ള വലിയ റേഡിയസ് πr² മൈനസ് θ/360 ഇൻറ്റു പൈ സ്മാൾ r². θ/360 തീറ്റ വിച്ച് ഈസ് 40 ഡിവൈഡഡ് ബൈ 360. പൈ കോമൺ ആയിട്ടുണ്ട്. പൈ കോമൺ ആയിട്ട് എഴുതുന്നു. ലെഫ്റ്റ് വിത്ത് r² മൈനസ് r². ഡിവൈഡ് ചെയ്താൽ 40 and 360 9 കിട്ടും. is equal to 1/9 into 22/7 into r ന്റെ സ്ക്വയർ റേഡിയസ് ക്യാപ് വലിയ റേഡിയസ് which is 14² minus 7² is equal to 22/9 into 7 into 14² which is 196 minus 49 is equal to 22 divided by 9 into 7 into subtract ചെയ്താൽ 147 ഡിവൈഡ് ചെയ്താൽ 21 എന്ന ആൻസർ കിട്ടും. ലെഫ്റ്റ് ഓവർ നമ്പറുകൾ 22/9 into 21 again 21 and 9 both the numbers are multiples of 3. Then 7 3s are 21, 3 3s are 9. 22 into 7/3 which is equal to 154 divided by 3 centimeter square.
ഇതാണ് ഈ ഒരു സെക്ടറിന്റെ ഏരിയ. അപ്പൊ ടെസ്റ്റിലുള്ള ആൻസർ 1/3 ഇൻറ്റു 154 എന്നാണ്. രണ്ടും ഒന്ന് തന്നെയാണ്. 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിനെ 154/3 എന്ന ആൻസർ എഴുതാം. ഇത് വേണമെങ്കിലും എഴുതാം 1/3 ഇൻറ്റു 154 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ ലാസ്റ്റ് വേണമെങ്കിൽ ഒരു സ്റ്റെപ്പ് നമുക്ക് എഴുതാം. therefore the area of the shaded region is 154/3 centimeter square. Third question, find the area of shaded region in the figure. E area. If ABCD is a square of side 14 centimeter and APD BPC are semicircles. സ്ക്വയറിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് 14 സെന്റിമീറ്റർ ആണ്. APD and BPC ഇത് രണ്ടും സെമി സർക്കിൾസും ആണ്. അപ്പോ സ്ക്വയറിന്റെ ഒരു സൈഡ് 14 ആണെങ്കിൽ ആൾ ദ സൈഡ്സ് ആർ 14. ദാറ്റ് മീൻസ് ഇതും 14 ആണ്. ഈ രണ്ട് സെമി സർക്കിൾസ് ചേർന്നാൽ ഒരു സർക്കിൾ ആവുകയും ചെയ്യും. ബിക്കോസ് ദ ഡയമീറ്റർ ഈസ് സെയിം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയ ആണ്. അപ്പൊ ഈ ഷെയ്ഡ് ചെയ്ത പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി സ്ക്വയറിന്റെ ഫുൾ ഏരിയയിൽ നിന്ന് ഈ രണ്ട് സെമി സർക്കിളിന്റെ ഏരിയ മൈനസ് ചെയ്താൽ മതിയാകും. ദാറ്റ് മീൻസ് രണ്ട് സെമി സർക്കിളിന്റെ ഏരിയ അതൊരു സർക്കിളിന്റെ ഏരിയക്ക് തുല്യമാണ്. തന്നിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് എടുത്തെഴുതാം. വൺ സൈഡ് ഓഫ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 14 സെന്റിമീറ്റർ. APD and BPC are two semicircles. APD and BPC are two equal semicircles. Shaded portion area നമുക്ക് എഴുതാം. Area of shaded portion അല്ലെങ്കിൽ region is equal to area of square minus area of two semicircles, which is equal to area of square a square ആണ് minus area of two semicircle നെ നമുക്ക് എഴുതാം area of one circle is equal to a, which is 14 square minus area of one circle, which is pi r square, is equal to 14 square minus 22/7. Radius of the circle, diameter 14 ആണ്. അങ്ങനെയാണെങ്കിൽ റേഡിയസ് 7 സെന്റിമീറ്റർ ആയിരിക്കും. റേഡിയസിന് പകരം നമുക്ക് ഇൻറ്റു 7 സ്ക്വയർ 7 into 7 എഴുതാം. 7 ഉം 7 ഉം ക്യാൻസൽ ചെയ്യാം. is equal to 14 square, which is 196 minus 22 into 7, which is 154. Subtract ചെയ്താൽ ഫൈനൽ ആൻസർ will be 42 സെന്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് മീൻസ് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിന്റെ ഏരിയ ഫൈനൽ ആൻസറിൽ നമുക്ക് എഴുതാം. therefore area of the shaded region is equal to 42 സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ സർക്കിളിന്റെ ഭാഗത്ത് നിന്ന് വളരെ കുറച്ച് ഇക്വേഷൻസേ ഉള്ളൂ. പിന്നീട് നമ്മള് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് ടെസ്റ്റിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നമുക്കുണ്ടാകുന്ന സ്പീഡാണ്. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കുക. ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും ഷെയ്ഡഡ് പോർഷന്റെ ഏരിയ കണ്ടുപിടിക്കുന്നതായാലും അല്ലെങ്കിലും അവിടെ എങ്ങനെ ചെയ്താൽ ഏത് രീതിയിൽ അപ്രോച്ച് ചെയ്താൽ അതിന്റെ ഫൈനൽ ആൻസർ കിട്ടുമെന്ന് പ്രാക്ടീസിലൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും റെഗുലറായി കാണുക. ഒരു ക്ലാസ് പോലും മിസ് ചെയ്യാതെ ഇരിക്കുക.